Next, we are going to discuss the state chart diagram, the state machine diagram. It is one of the type of UML diagram, right? We know that the classification of UML diagrams are structure diagram and behavior diagram. From behavior diagram അകത്ത് വരുന്ന ഒരു type of UML diagram ആണ് state machine diagram or the state chart diagram. In this video, we are going to discuss about the state machine diagram or state chart diagram, which is a type of behavior UML diagram. Okay, we know that behavior diagram means it determines the dynamic aspects of a system, and structure diagram, it determines the structure or the static aspects of a system. So, നമുക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ് മെഷീൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം എന്ന് നോക്കാം. So, as I said before, state chart diagram is used to capture the dynamic aspect of a system. It is also called a state machine or a state transition diagram. An object goes through various states during its lifespan. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ലൈഫ് സ്പാനിൽ കൂടെ വേരിയസ് സ്റ്റേറ്റ്സിൽ കൂടെ മൂവ് ചെയ്യും. അപ്പോൾ ആ ഒരു വേരിയസ് സ്റ്റേറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നവരെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ടെർമിനേഷൻ മീൻസ് ആ പ്രോഗ്രാം എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് അണ്ടിൽ അതുവരെ എന്തുണ്ടാവും, ആ ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഗോസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഡിപ്പെൻഡിങ് on different external as well as internal events. That is, object goes from multiple states depending upon the event that occurs with the object. The event എന്ന് പറയുമ്പോൾ it can be internal or the external. അപ്പോൾ ആ ഒരു ഈവൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പറ്റും, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അണ്ടിൽ ആ ഒരു ആ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നവരെ എന്തുണ്ടാവും, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ടാവും. സോ ഈ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് സം യൂണിക് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഒബ്ജക്റ്റ്. അതിൽ ഓരോ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒബ്ജക്റ്റിൻ്റെ ഇൻഫോർമേഷൻ, യൂണിക് ഇൻഫോർമേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിഫറെൻറ്റ് നോട്ടേഷൻസ് ആൻഡ് സിമ്പിൾ ഫോർ ദ സ്റ്റേറ്റ് ചാർട്ട് മെഷീൻ ഡയഗ്രാം ഓർ ദ സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റേറ്റുകളിൽ കൂടെ മൂവ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെപ്രസെൻറ്റഡ് ബോക്സാണ് സ്റ്റേറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ബോക്സ്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ സ്പെസിഫിക് മൊമെൻറ്റ് ഇൻ ദ ലൈഫ് സ്പാൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ഓരോ സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാമിൻ്റെ ബിഗിനിങ് കാണിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് ഷേപ്പ്. നെക്സ്റ്റ് ഫൈനൽ സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാമിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് ഒരു കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്ത് മൂവിങ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. That is, a new path is taken for the program execution. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസിഷൻ ബോക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രാൻസിഷൻ. ട്രാൻസിഷൻ മീൻസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് ബൈ മീൻസ് ഓഫ് ദി സ്റ്റേറ്റ് ബോക്സ് ഡയഗ്രാം. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് എന്താണ് ഒരു ഈവൻറ്റ് ഇൻ ടേം ദാറ്റ് is occurred because of some event, whether it is an internal or an external. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൽ യൂസ് ദ ആരോ സിമ്പിൾ. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് കോസ് എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്കിനി അതിനൊരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാമിൻ്റെ എക്സാമ്പിൾ, ഒരു ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വെച്ചിട്ട് അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. നമുക്ക് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാമിൻ്റെ ബിഗിനിങ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ഇനീഷ്യൽ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റാണ് അല്ലേ. ഫസ്റ്റ് എന്താ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വരുന്നത് യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ഓർഡർ.
സോ ആ ഓർഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പം അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ബോക്സ് ഡയഗ്രാമിൻ്റെ അകത്താണ് വരയ്ക്കുന്നത്. ഇനി ക്രിയേറ്റഡ്, എൻ്റെ ലേബൽ ഞാൻ കൊടുക്കുന്നു ക്രിയേറ്റഡ്, ഓർഡർ ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഷിപ്മെൻ്റ് ആണ് അല്ലേ, ആ ഓർഡർ ഷിപ്പ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് റിക്വസ്റ്റ് ഷിപ്മെൻറ്റ്. അപ്പോൾ എന്ത് പറ്റും, ആ ഒരു ഷിപ്മെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് സ്റ്റേറ്റിലോട്ട് പോകും, ക്രിയേറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഷിപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഡെലിവേർഡ് ചെയ്യുമോ, ഇല്ല. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഷിപ്പ് ചെയ്ത ഓർഡർ ആണല്ലോ ഡെലിവർ ചെയ്യുന്നത്. സോ അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്, ഇത് ഡെലിവേർഡ്. ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാം, ആ ഒരു കൺഫേം അറൈവൽ. ഡെലിവേർഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്, നമുക്കത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യും, ക്ലോസ്ഡ് സ്റ്റേറ്റ് വെച്ച് നമുക്ക് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മുതൽ ക്ലോസ്ഡ് സ്റ്റേറ്റ് വരെയാണ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഒരു അബ്നോർമൽ എക്സിറ്റ് വരുവാണ്. ഇപ്പോൾ നമ്മളൊരു ഓർഡർ നമുക്ക് പിന്നീടാണ് നമ്മൾ വിചാരിക്കുന്നത് ആ ഓർഡർ എനിക്ക് വേണ്ട, ഞാനത് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനത് പിന്നീട് ക്യാൻസൽ ചെയ്യുന്നു. സോ ആ ക്രിയേറ്റ് ചെയ്ത ഓർഡറിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്നും ഞാൻ ട്രാൻസിഷൻ വഴി ക്യാൻസൽഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഡയഗ്രാം മീൻസ് സ്റ്റേറ്റ് ബോക്സിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, നേരെ ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോയാൽ മതിയല്ലോ. കാരണം ഇവിടുന്ന് ഇനിഷ്യൽ സ്റ്റേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഞാൻ പിന്നീടാണ് എനിക്ക് ഈ ഒരു ആ ഓർഡർ എനിക്ക് വേണ്ട, സോ അതിന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബോക്സിൻ്റെ അകത്ത് നിന്നും സ്റ്റേറ്റ് ബോക്സിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്താണ്, ഈ ഒരു സ്റ്റേറ്റ് മെഷീൻ എൻഡ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നേരെ എന്ത് വരും, നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം represented using the state chart machine or the state chart diagram. Okay.